ആം ആദ്മി പാർട്ടി ഇത്തവണ ചൂലെടുത്തത് വെറുതെയായി. തൂത്തുവാരി ജയിച്ച് BJP. കോൺഗ്രസും CPM-ഉം നിലം തൊട്ടില്ല. ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടി 48 സീറ്റ് പിടിച്ചപ്പോൾ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി 22 സീറ്റിലേക്ക് കൂപ്പുകുത്തി. പകുതിയിലേറെയും BJP ആം ആദ്മി പാർട്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ലീഡ് നില പല ഘട്ടത്തിലും മാറിമറിഞ്ഞു. എന്നാൽ അവസാന പാദത്തോടെ എതിരാളികളെ നിഷ്പ്രഭമാക്കി BJP മുന്നേറുകയായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ആത്മാവും ദില്ലി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തോറ്റുപോയി. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം നിരവധി AAP നേതാക്കൾ തോറ്റവരുടെ പട്ടികയിൽ മുന്നിലുണ്ട്. ഏക ആശ്വാസം നിലവിലെ മുഖ്യമന്ത്രി അതിഷി ജയിച്ചു എന്നുള്ളത് മാത്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 7 മണിക്ക് BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. BJP സർക്കാർ രൂപീകരണ ചർച്ച ആരംഭിച്ചു. ദില്ലി BJP അധ്യക്ഷനുമായി JP നദ്ദ ചർച്ച നടത്തി. ദില്ലി മുഖ്യമന്ത്രിയെ നേതൃത്വം തീരുമാനിക്കുമെന്ന് ദില്ലി BJP അധ്യക്ഷൻ പ്രതികരിച്ചു. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ദില്ലിയിൽ BJPയുടെ തിരിച്ചുവരവ്. എക്സിറ്റ് പോളുകളിൽ ഭൂരിപക്ഷവും BJP ജയിക്കുമെന്ന് തന്നെ പ്രവചിച്ചിരുന്നു. മാത്രമല്ല, വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ BJP നേതാക്കൾ ജയിക്കുന്ന കാര്യത്തിൽ അമിത ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. വോട്ടെണ്ണും മുമ്പ് തന്നെ BJP പ്രവർത്തകർ വിജയാഘോഷങ്ങളും തുടങ്ങിയിരുന്നു. ഏതായാലും മദ്യനയ അഴിമതി കേസിൽ ഒന്ന് ജയിലിൽ പോയി തിരിച്ചു വന്ന കേജ്രിവാളിന്റെ അവസ്ഥ കൂടുതൽ മോശമാകുമെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.